ഈ സനോജ് ഇതൊക്കെ എവിടുന്ന മനസ്സിലാക്കിയത്? ഞാൻ 15 വർഷം ജർമ്മനിയിൽ ജീവിച്ചതാണ്. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോയി ഞാൻ കണ്ടിട്ടുള്ളതാണ് അവിടുത്തെ ഭീകര അന്തരീക്ഷം. നമ്മൾ ഈ RSSന്റെ വിചാരധാരയിൽ പ്രധാനപ്പെട്ട ശത്രുക്കളായി വെച്ചതൊന്ന് ക്രിസ്ത്യാനികളാണ്, കമ്മ്യൂണിസ്റ്റാണ്, മറ്റൊന്ന് മുസ്ലിങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു RSSനെയും BJPയെയും ആ ഒരു പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന BJPയെയും എന്തിനാണ് ഇത്രയും പ്രോത്സാഹിപ്പിക്കുന്നതെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ആര് പ്രോത്സാഹിപ്പിച്ചു? ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. RSSൻ്റെ വികലമായ തത്വശാസ്ത്രങ്ങളെയൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, വിഭജനത്തിൻ്റെ തത്വശാസ്ത്രം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ ഫാസിസമാണ്. ഞാൻ പറയുന്നത് മാത്രമേ ഇവിടെ പാടുള്ളൂ. അത് ഞങ്ങൾ അംഗീകരിക്കുകയല്ല. ഞങ്ങളെ കൊല്ലാം, അടിക്കാം, CPM അത് ചെയ്യാം. എത്രയോ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ എത്രയായിരം പുരോഹിതന്മാരെ വധിച്ചിരിക്കുന്നു, എത്രയോ ക്രിസ്ത്യാനികളെ കൊന്നിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ഇല്ലാണ്ടായോ? 2000 വർഷം നിലനിന്ന ഈ സഭ ഇനിയും ഇവിടെ ഉണ്ടാവും. ഞങ്ങളെ കൊല്ലാം, ഞങ്ങളുടെ പിൻതലമുറക്കാർ ഇവിടെ ഉണ്ടാവും. അതിനകത്തൊന്നും ഞങ്ങൾക്കൊരു ഭയമില്ല. അതുകൊണ്ട് ഇത് പറയാനുള്ള ആർജവത്വം നമുക്കുണ്ട്. ഞാൻ പറയുന്ന എല്ലാം അവർ അംഗീകരിക്കണമെന്നില്ല. നമ്മുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർക്ക് അംഗീകരിക്കണമെന്നില്ല, പക്ഷേ ബഹുമാനിക്കുക. അദ്ദേഹം പറഞ്ഞ ഗോവിന്ദൻ മാഷ അഭിപ്രായത്തെ നമ്മൾ ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നില്ല. അത് അംഗീകരിക്കുന്നില്ല എന്ന് തുറന്ന് പറയുമ്പോൾ അതിൽ അസ്വസ്ഥത ഉണ്ടായിട്ട് കാര്യമില്ല.